കൊണൽ കിങ്കിണീജാല കോലാഹലഡ്യം ലസൽപീതവാസോവസാനം ചലന്തം യശോദാംഗണേ യോഗിനാമപ്യഗമ്യം ഭജേഹം മുകുന്ദം ഘനശ്യാമവർണം. എല്ലാവർക്കും ജ്യോതിർഗംഗയുടെ ജ്യോതിഷ പഠന പദ്ധതിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളിൽ സൂര്യാദി വ്യാഴപര്യന്തമുള്ള എല്ലാ ഗ്രഹങ്ങളുടെയും പൂർണ്ണഫലത്തെ പറയപ്പെട്ടതിന് ശേഷം ശുക്രന്റെ പ്രകരണത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൽ തന്നെ 5-ാം ഭാവം വരെ ശുക്രൻ നിന്നാലുള്ള ഫലവിഷയത്തെ പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി പറയേണ്ടത് 6-ാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി കൊണ്ട് അനുഭവിക്കേണ്ടതായ ഫലവിഷയത്തെ കുറിച്ചാണ്. നമുക്ക് ആ ശ്ലോകം ഒന്ന് പരിശോധിക്കാം. സദാ ദാനവേദ്യേ സുധാസിക്ത ശത്രു വ്യയേ വ്യയ ശത്രുഗേ ചോത്തമൗ തൗ ഭവേതം വിപദ്യേത സമ്പാദിതം ചാഭികൃത്യം തപേന്മന്ത്രത സൗഖ്യം നധത്തേ. നൂറിച്ചെല്ലാം. സദാ ദാനവേദ്യേ സുധാസിക്ത ശത്രു വ്യയ ശത്രുഗേ ചോത്തമൗ തൗ ഭവേതം വിപദ്യേത സമ്പാദിതം ചാഭികൃത്യം തപേന്മന്ത്രത പൂജ്യ സൗഖ്യം നധത്തേ. സദാ ദാനവേദ്യേ സുധാസിക്ത ശത്രു വ്യയ ശത്രുഗേ ചോത്തമൗ തൗ ഭവേതാം വിപദ്യേത സമ്പാദിതം ചാഭികൃത്യം തപേന്മന്ത്രത പൂജ്യ സൗഖ്യം നധത്തേ. ഇങ്ങനെയാണ് പ്രമാണമുള്ളത്. അതിൽ ദാനവേദ്യൻ എന്ന് പറഞ്ഞാൽ ശുക്രനാണ്. ദാനവസുര പൂജിതൻ എന്നൊക്കെ ശുക്രനെ കൊണ്ട് പറയാറുണ്ട്. ദൈത്യാമരേന്ദ്ര മന്ത്രി എന്നൊക്കെ ശുക്രനെ കൊണ്ട് പറയാറുണ്ട്. അതായത് അസുരന്മാരുടെ ഗുരുവായിട്ടാണ് ജ്യോതിശാസ്ത്രപ്രകാരം ശുക്രനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദാനവേദ്യൻ എന്നുള്ളതായ പേര് ശുക്രനെ പ്രതിപാദിക്കുന്നതാണ്. ശത്രുഗേ ദാനവേദ്യേ, 6ാമത്തെ രാശിയിൽ ദാനവേദ്യൻ ശുക്രൻ നിൽക്കുന്നതായ അവസരത്തിൽ സദാ സുധാസിക്ത ശത്രു എന്നാണ് പറഞ്ഞത്. സദാ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും സുധാസിക്തമായ ശത്രുക്കൾ ഉണ്ടാവും. സുധ എന്ന് പറഞ്ഞാൽ അമൃത്, അതിൽ മുങ്ങിക്കുളിച്ചതായ ശത്രുക്കൾ ഉണ്ടാവുന്ന അർത്ഥം. അമൃതിൽ മുങ്ങിക്കുളിച്ചതായ ശത്രുക്കൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദേഹത്തേക്കാൾ ബലവാനായി മൃതാവസ്ഥ ഇല്ലാത്ത വളരെ ശക്തനും ബലവാന്മാരുമായ ശത്രുക്കളുമായി ഏറ്റുമുട്ടി ജീവിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും. അപ്പൊ ദുർബലനായ ശത്രുക്കളായിരിക്കില്ല ഉണ്ടാവുക. 6ാമത്തെ രാശിയിൽ ശുക്രൻ നിന്നാൽ വളരെ പ്രബലന്മാരായിട്ടുള്ള ശത്രുക്കൾ ഈ വ്യക്തിക്ക് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതിപാദിക്കാം. അപ്പൊ നമുക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് മാത്രമല്ല, അവരെ പെട്ടെന്ന് നമുക്ക് സംഹരിക്കാനോ അവരെ പരാജയപ്പെടുത്താനോ കഴിയില്ലാന്നും അവർ വളരെ ബലവാന്മാരായിട്ടുള്ള ശത്രുക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് സ്രഷ്ടാവിനോട് ഉപദേശ രൂപത്തിൽ പറയേണ്ടതായിട്ട് വരും. അതായത് അമൃതിൽ കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മൃതാവസ്ഥയില്ല, നാശമില്ലാത്ത ശത്രുക്കളാണ്. അപ്പം ശത്രുക്കൾക്കാണ് നാശമില്ലാത്തത്. അപ്പൊ ശത്രുക്കൾ കാരണം ഇദ്ദേഹത്തിന് നാശം വരെ സംഭവിക്കാൻ ഇടയുണ്ട് എന്നുള്ളതായ ഒരു ലക്ഷണത്തെയും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. വ്യയ, അതേപോലെ ധാരാളം വ്യയം
ചെലവ് വളരെയധികം ചെലവ് ഉള്ളതായ വ്യക്തി ആയിരിക്കും. അനാവശ്യമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ധാരാളം ചെലവ് ചെയ്യുന്നതായ പ്രകൃതവും പിശുക്ക് അറിയാത്തതായ ഒരു സ്വഭാവവും ഈ വ്യക്തിയിൽ നിലനിൽക്കും. ചോത്തമൗ ച ഉത്തമൗ തൗ ഭവേതാം. മേൽപ്പറഞ്ഞതായ കാര്യങ്ങളെല്ലാം വളരെയധികം ഉണ്ടാകും എന്നുള്ളതിന്റെ കാര്യത്തിനെയാണ് ചോത്തമൗ തൗ ഭവേതാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. വിപദ്യേത സമ്പാദിതം ചാപികൃത്യം. തന്റെ പ്രവൃത്തി കൊണ്ട് ധാരാളം സമ്പാദിക്കാൻ ഇടവന്നാലും അതൊന്നും അനുഭവിക്കാൻ യോഗമുള്ള അവസ്ഥ ഉണ്ടാകുകയില്ല. നമ്മൾ പല ആൾക്കാരെയും കാണലുണ്ട്, വളരെയധികം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ധനമൊക്കെ സമാഹരിച്ചു വന്നാലും ആ ധനത്തെ ഒന്നും വേണ്ടും പ്രകാരത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്തതായ അഥവാ അതിനെ അനുഭവിക്കാൻ പറ്റാത്തതായ അവസ്ഥ അവർക്ക് വന്നുവിടുന്നതായും നമുക്ക് കാണാൻ കഴിയും. നാലാമത്തെ വരി തപേന്മന്ത്രത പൂജ്യ സൗഖ്യം നധത്തേ. തപേന്മന്ത്രത, മന്ത്രവാദാദി ആഭിചാര കർമ്മങ്ങൾ മറ്റുള്ളവർ ചെയ്യുകയാൽ മനസ്സ് തപിക്കേണ്ടതായ അവസ്ഥ ഉണ്ടാകും. അഥവാ മറ്റുള്ളവർക്ക് വേണ്ടി ക്ഷുദ്രപ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മനസ്സ് വിഷമിക്കേണ്ടി വരും എന്നും മനസ്സിലാക്കാം. അഥവാ ഉപാസനാദി കാര്യങ്ങൾക്ക് വേണ്ടി വല്ല മന്ത്രങ്ങളെയും സ്വീകരിച്ച് അത് കാരണം പിന്നീട് മനസ്സ് തപിക്കേണ്ടതായ അവസ്ഥ, ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഈ മന്ത്രങ്ങളെ ഞാൻ ഉപാസിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതായ തോന്നലുകളിൽ നിന്നെല്ലാം മനസ്സ് തപിക്കേണ്ടതായ അവസ്ഥ വരും എന്നർത്ഥം. ഇപ്പൊ ആറാമത്തെ രാശിയിൽ ശുക്രൻ വന്നാൽ ദേവപ്രശ്നത്തിലൊക്കെ തപേന്മന്ത്രത എന്നുള്ള വിഷയത്തിലെ ഈ ദേവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായ ചില മന്ത്രങ്ങൾ ദേവനെ സംബന്ധിച്ചിടത്തോളം അനിഷ്ടമായ അവസ്ഥയെ കാണിക്കുന്നതാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാവുന്നതാണ്. പൂജ്യ സൗഖ്യം നധത്തെ. തന്റെ ഗുരുനാഥന്മാരെ പോലെ താൻ പൂജിക്കപ്പെടേണ്ടതായ വ്യക്തികൾക്ക് തന്നിൽ നിന്ന് യാതൊരു സുഖത്തെയും പ്രദാനം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നു ചേരുന്നർത്ഥം. താൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതായ വ്യക്തികൾക്ക്, അതായത് പൂജിക്കപ്പെടേണ്ടതായ വ്യക്തികൾക്ക് ന സൗഖ്യം ദത്തെ, ഒരു സുഖവും ഉണ്ടാവില്ല. അഥവാ ഗുരുനാഥന്മാരായിട്ടുള്ള വ്യക്തികൾ, അതേപോലെ ദേഹവുമായി ബന്ധപ്പെട്ടതായ മഹൽ വ്യക്തികൾക്ക് പലപ്പോഴും രോഗാദി അവസ്ഥകളും പ്രയാസങ്ങളും വന്നേക്കാൻ സാധ്യത ഉണ്ട് എന്നും അവരെ പൂജിക്കാൻ കഴിയാത്തതായ അവസ്ഥ ജീവിതത്തിൽ ഈ വ്യക്തിക്ക് വന്നുപെടുമെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് പറയണം. ഒന്നുകൂടി ആ പ്രമാണത്തെ ചൊല്ലാം. സദാദാനവിദ്യേ സുധാസിക്ത ശത്രു വ്യയശത്രുഗേ ചോത്തമൗ തൗ ഭവേതം വിപദ്യേത സമ്പാദിതം ചാഭികൃത്യം തപേന്മന്ത്രത പൂജ്യ സൗഖ്യം നധത്തേ. ആറാമത്തെ രാശിയിൽ ശുക്രൻ നിന്നാൽ അമൃതിൽ കുളിച്ചതുപോലെ ബലവാന്മാരും യോഗ്യന്മാരുമായ ശത്രുക്കൾ ഉണ്ടാകും. വരവിനേക്കാൾ അധികരിച്ചിട്ടുള്ള ചെലവും വന്നു ചേരും. പ്രവൃത്തിയെടുത്ത് ഏതെങ്കിലും ഒരു കാര്യത്തെ സമ്പാദിച്ചു എന്ന് ആയാൽ കൂടി ആ കാര്യം അനുഭവത്തിന് ഉതകാതെ നശിച്ചു പോകും. ദുർമന്ത്രങ്ങളെ ഉപാസന കഴിച്ച് അതിനിമിത്തം ദുഃഖിക്കാനിടവരും. അല്ലെങ്കിൽ അന്യന്മാർ
ഇവന്റെ നേരെ ആഭിചാരത്തിനായി ദുർമന്ത്രവാദങ്ങൾ ചെയ്ത് അത് നിമിത്തമുണ്ടാകുന്ന ഉപദ്രവങ്ങളെ കൊണ്ട് ദുഃഖിക്കാനിടവരും. തന്നാൽ പൂജിക്കപ്പെടേണ്ടവരായ ഗുരുക്കന്മാർ മുതലായവർക്ക് സൗഖ്യത്തെ ഉണ്ടാക്കുകയില്ല. എന്നാൽ ഗുരുക്കന്മാർക്കും കാരണന്മാർക്കും മറ്റും പൂജ്യന്മാരായ മഹാന്മാർക്കും ദുഃഖത്തെ ഉണ്ടാക്കുന്നവനായിരിക്കും എന്നും ഈ പ്രമാണം കൊണ്ട് സ്രഷ്ടാവിനോട് നമുക്ക് ഫലമായി പറയാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 7ാം ഭാവത്തിൽ ശുക്രൻ എന്നാലുള്ളതായ വിഷയത്തെ പറയാം. അപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.